നന്നായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 51:9 കർത്താവിൻ്റെ ഭുജമേ നീ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. നമുക്ക് ഈ നല്ല വചനമല്ലേ? അടുത്തിരിക്കുന്ന ആളുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച്, അടുത്തിരിക്കുന്ന ആളുടെ വെറുതെ ഇരിക്കരുത്. നമ്മൾ വചനം പറയുമ്പോൾ അതിൻ്റെ ശക്തി അടുത്തിരിക്കുന്ന ആളുടെ ഇടയിലേക്ക് സൗഖ്യമായി വിടുതലായി കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഏത് സമയമാണ് കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തുക, അനുഗ്രഹിക്കുക എന്ന് നമുക്ക് നിശ്ചയമില്ല. ഏത് സമയം വേണമെങ്കിലും കർത്താവിന് നമ്മെ അനുഗ്രഹിക്കാനും സൗഖ്യപ്പെടുത്താനും പറ്റും. കുറേ നേരം കൈ പിടിക്കുന്നു. അതുകൊണ്ട് വചനേറ്റ് പറയാം. യെശയ്യാ 51:9 കർത്താവിന്റെ ഭുജമേ ഉണരുക, ഉണർന്ന് ശക്തി സംഭരിക്കുക. കരം ഒന്ന് വിട്ടേ, നിന്റെ ഒരു വലത് കരം എത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തുടരാം. 2010 എൻ്റെ ഈ 2 കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരികയില്ല എന്ന് നഷ്ടപ്പെട്ടിരുന്നു. മെഡിക്കൽ സയൻസ് വിധി എഴുതിയതാണ്. പക്ഷേ ഒരു ശുശ്രൂഷയ്ക്കിടയിൽ അവസാനം വരെ ഞാൻ പകുതിയായപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത് അങ്ങ് പോയേച്ചാലോ. അവസാനം ദിവ്യകാരുണ്യ ആരാധനയുടെ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് കർത്താവിൻ്റെ കണ്ണുകളുടെ നഷ്ടപ്പെട്ട കാഴ്ച മടക്കി തന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവനുടെ ഹല്ലേലൂയ. നമ്മുടെ സ്വരമൊക്കെ ഉയരണം. നമ്മൾ നന്നായി ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നു, ലജ്ജിക്കരുത്. വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അഴിയാൻ തുടങ്ങി. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, ചാടി എഴുന്നേൽക്കുക നല്ല ഉണർവോടെ. കാലിന് വിഷമമുള്ളവർക്കൊക്കെ സൗഖ്യമാകും കേട്ടോ. ഇന്ന് ക്ഷീണമുള്ളവരുടെ ക്ഷീണമെല്ലാം ഈ പാട്ട് കഴിയുമ്പോൾ മാറിക്കഴിഞ്ഞിരിക്കും. നല്ല ഉണർവോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ആളെ മുഖത്തൊന്ന് നോക്കി തിരിഞ്ഞ് സൈഡിലേക്ക്, 2 വശത്തേക്ക്. കരമൊന്ന് ഉയർത്തിയടിക്കാമോ? ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, 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 കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കരമൊന്നുയർത്തി യേശുവേ വായി തുറന്നെന്ന് വിളിക്കാമോ? യേശുവേ, ആരാധന, 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 ആരാധന. ശക്തി ഇറങ്ങട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ശക്തി ഒഴുകട്ടെ. കരമടിച്ച് ഒന്ന് ചലിച്ചുകൊണ്ടിങ്ങനെ കാലുകളൊന്ന് മാറ്റിച്ചോണ്ടി. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. 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 അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കരമൊന്ന് ഉയർത്തിയടിച്ചേ. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും.
ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു കൃപയാലേ കരമുയർത്തിയടിക്കുന്നു. ആനന്ദിച്ച് അനുദിനവും ലജ്ജ കൂടാതെ കൃപയാലനുദിനവും വായി തുറന്ന് സ്വരമുയർത്തി വിളിക്കുന്നു, യേശുവേ. കൃപ നൽകുന്നവനെ, വിടുതൽ നൽകുന്നവനെ, സൗഖ്യം നൽകുന്നവനെ ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. കരങ്ങൾ താഴ്ത്തി കരമടിച്ച് ആനന്ദിച്ച് യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും ആമേൻ ആമേൻ. യഹോവയെ കാത്തിരിപ്പോൾ ശക്തിയെ പുതുക്കിയിടും. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും യഹോവയെ കാത്തിരിപ്പോൾ ശക്തിയെ പുതുക്കിയിടും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതെ ഓടിയിടും കഴുകനെ പോലെ കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതെ ഓടി. ഒന്ന് ചാടിക്കൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ആമേൻ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ 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 കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും രണ്ട് കരങ്ങളും ഉയർത്തുക. രണ്ട് കരമുയർത്തി എല്ലാം മറന്ന് യേശുവേ എന്നൊന്ന് വായി തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. സ്നേഹമുള്ളവരെ, മഴക്കാലം ആണ്. എല്ലാവിധ വണ്ടുകളും ഈച്ചകളും പ്രാണികളും ക്ഷുദ്രജീവികളും പാമ്പുകളും ഒക്കെ ഇറങ്ങുന്ന സമയമാണ്. എൻ്റെ മുറിയിലും ചാപ്പലിലുമെല്ലാം ഭയങ്കര വണ്ട് ശല്യമായി. കറുത്ത വണ്ടില്ല, നമ്മൾ കൊട്ടുപുറമ്പെന്നോ എന്തോ പറയുന്ന സാധനം. അപ്പം മിനിഞ്ഞാന്നൊക്കെ ഞാൻ നോക്കുമ്പോൾ ചാപ്പൽ മുഴുവൻ ഈ വണ്ട. അവിടെ 2 ബൾബ് കത്തിയിട്ടുണ്ട്, കടാവിളക്ക് പോലെ. അത് മുഴുവൻ പൊതിഞ്ഞ് വണ്ട്. കുരിശുരൂപമുണ്ട്, അത് മുഴുവൻ വണ്ട്. ഈശോയുടെ മുഖത്തും ശരീരവും മുഴുവൻ വണ്ട്. പിറ്റേ ദിവസം ചെന്നപ്പോഴുണ്ട്, എല്ലാ ദിവസവും ചെല്ലുമ്പോൾ വണ്ട്. ഇപ്പോൾ കുർബാന ചെല്ലുമ്പോൾ വണ്ട് തലയിലേക്ക് വീഴും. നിലത്ത് നിൽക്കുമ്പോൾ കാലേ കൂടെ ഇത് വലിഞ്ഞു കയറും.
കാസ തുറന്നു വെക്കാൻ വണ്ട് അതിൻ്റെ അകത്ത് വീഴും. അങ്ങനൊരു വല്ലാത്ത അവസ്ഥ. അപ്പം എനിക്ക് തോന്നി, ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായ ഒന്നാണ് ഈ കൃമികീടങ്ങളെ വിലക്കുന്ന ഒരു പ്രാർത്ഥന. ഞാൻ മിനിഞ്ഞാന്ന് രണ്ടും കൽപ്പിച്ച് ഈ ക്ഷുദ്രജീവികളെ കൃമികീടങ്ങളെയൊക്കെ വിലക്കുന്ന പ്രാർത്ഥന ചൊല്ലി ഈ വണ്ടിൻ്റെ എല്ലാം മേത്ത് വിശുദ്ധജലം തളിച്ചു. ഈ വിശുദ്ധജലം തളിച്ചപ്പോൾ തുടങ്ങി വെറുതെ ചത്തിരിക്കുന്ന പോലെ ഇരുന്ന് കൂട്ടം കൂടിയിരുന്ന വണ്ടികളൊക്കെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോൾ കുറച്ച് വണ്ട് അതിലേക്കുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഇവിടെ പോയി. അപ്പം മിനിയാന്ന് വൈകിട്ട് ഒരു തവണ കൂടി വിശുദ്ധജലം തളിച്ച് ഈ പ്രാർത്ഥന ചൊല്ലി. ഇന്നലെ നോക്കുമ്പോഴും ഇന്ന് നോക്കുമ്പോഴും ചാപ്പലിൽ ഒരു വണ്ട് പോലുമില്ല. അത് മുഴുവൻ ദൈവത്തിൻ്റെ സ്തുതി. അപ്പം അത് മുഴുവൻ വിട്ടുപോയി. ഞാൻ പണ്ട് ഇങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമായിരുന്നു. വെള്ളം വെഞ്ചരിച്ചൊക്കെ ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. ഞാൻ ഒരിക്കലും കുറേ നാൾക്ക് മുമ്പ് ഒരു സ്ത്രീ എഴുതി, രാവിലെ ഈ വണ്ട് അടിച്ചു വാരി ചാക്കിൻ്റെ അകത്ത് നിറച്ച് കൊണ്ടു കളയാം, അത്രയും വണ്ടാ വീട്ടിൽ, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറച്ച് വിശുദ്ധജലം വെഞ്ചരിച്ച് കൊടുത്തിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ തളിക്കാൻ പറഞ്ഞു. അവരെ കൊണ്ട് തളിച്ചപ്പോൾ ആ വണ്ട് അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവരെനിക്ക് കത്തയച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഞാൻ പിന്നെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ചെയ്യാത്തൊരു സ്ഥിതി വന്നു. അപ്പോൾ അതിൽ മിനിഞ്ഞാന്ന് ഇന്നലെയായിട്ട് ഞാനത് ചെയ്തു. എല്ലാ വണ്ടുകളും ഒക്കെ വിട്ടുപോയി. ഒറ്റ വണ്ട് ചാപ്പലില്ല. ഞാനിത് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ പ്രസക്തിയുണ്ട്. ഈ വണ്ടി ശല്യം ഭയങ്കര. ഉറുമ്പ്, പാറ്റ, പല്ലി, ഇങ്ങനെ ഒരുപാട് ഒത്തിരി ചെറിയ ചെറിയ ഈച്ചകൾ കിടക്കുമ്പോൾ കണ്ണിൽ, ചെവിയിൽ, മൂക്കിലെല്ലാം വന്ന് കയറുക, ഉറങ്ങാനും പറ്റുന്നില്ല. ഇങ്ങനൊരവസ്ഥയുണ്ട്. ജനലും പലപ്പോഴും തുറന്നിടാൻ പറ്റില്ല, തുറന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് അടിച്ചു കയറും. അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ പലതരം ക്ഷുദ്രജീവികളുടെ ഉപദ്രവങ്ങൾ നമ്മുടെ വീടുകളിലും നമ്മൾ വ്യക്തികളുടെ മേലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാനാണ്? ഒരു നിസ്സഹായത. അപ്പോൾ വേറെ ഒത്തിരി പേര് വിചാരിക്കും ഞങ്ങളുടെ വീട്ടിൽ അതൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്താ പ്രശ്നമൊന്ന്. അപ്പോൾ അവിടെ അദൃശ്യമായ ചില ജീവികൾ ക്ഷുദ്രപ്രവർത്തനം നടത്തും. ഒന്നെങ്കിൽ മദ്യപാനമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിയുടെ ഉപയോഗമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോണിൻ്റെയൊക്കെ അഡിക്ഷനായിരിക്കും. ഫോണിൽ ഇങ്ങനെ ഒരുപാട് വേണ്ടതും വേണ്ടാത്തതൊക്കെ കണ്ടിരിക്കുന്ന അവസ്ഥ, ആവശ്യമില്ലാത്ത ചാറ്റിങ്, ഇങ്ങനെയുള്ള ഓരോരോ ബന്ധനങ്ങൾ, ഇതൊക്കെ ഓരോ ഈ വണ്ടിനേക്കാൾ ഭയങ്കരമായി ഇതൊക്കെ. മറ്റു ചിലർക്ക് ഒട്ടും കാണത്തില്ലെങ്കിലും പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളുണ്ടാകും. പിശാച് ഒരിക്കലും കൊമ്പും വാലും വെച്ച് മുഖത്തോട് മുഖം വന്ന് നമ്മളെ ഉപദ്രവിക്കാനൊന്നും ചെയ്യാറില്ല. അവൻ്റെ പ്രവർത്തനം അദൃശ്യമാണ്. അവൻ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിച്ച് കീഴടക്കാനും അവൻ്റെ വഴിയെ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആലോചിച്ച് നോക്കിയാൽ ഈ നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഡെലിവറൻസ് വകേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്. ചില വീടുകളിൽ അത് ഇതുപോലെയുള്ള ക്ഷുദ്രജീവികളായിരിക്കും. ഈ വണ്ട് ഉപദ്രവം കാണും, മറ്റ് ചെറിയ ചെറിയ പ്രാണികളുടെ ഉപദ്രവം കാണും, കണ്ണിനും മുഖത്തും മേശയിലും ഒക്കെ വന്നിരിക്കുന്ന ചാടുന്ന പ്രാണികളെ കാണും, ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് വന്ന് ചാടുന്ന പ്രാണികളെ കാണും, അല്ലെങ്കിൽ പാമ്പിൻ്റെ ശല്യം വീട്ടിലെ പറമ്പിലെ പരിസരത്തൊക്കെ. ഞാൻ താമസിക്കുന്ന കോളേജിൽ ഒരു ദിവസം രാത്രി 11 മണിയായി, എന്തോ ബഹളം കേട്ട് നോക്കുമ്പോൾ പെരുമ്പാമ്പാണ്. കെട്ടിടത്തിൻ്റെ 2ാം നിലയിലേക്ക് ഈ കമ്പി കൂടെ ഇടയ്ക്കൂടെ കയറുക. അപ്പോൾ എന്തോ തട്ടി താഴെ വീണ് പെരുമ്പാമ്പ് വന്ന് കയറി എൻ്റെ കെട്ടിടത്തിൽ. മറ്റ് പാമ്പുകളൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, ഇങ്ങനെ പലതരത്തിലുള്ള കൃമികീടങ്ങളുടെ ക്ഷുദ്രജീവികളുടെയൊക്കെ ഉപദ്രവങ്ങൾ ഒരു വശത്ത്, ലഹരി വസ്തുക്കളുടെ ഉപദ്രവങ്ങൾ മറുവശത്ത്, ഫോണിൻ്റെ ബന്ധനം മറുവശത്ത്, ദുഷ്ടാരൂപികളുടെ ബന്ധനം മറുവശത്ത്,
ഒടുങ്ങാത്ത വെറുപ്പിൻ്റെ ബന്ധനങ്ങൾ വേറൊരു വശത്ത്. ഇങ്ങനെ പലതരം സാധനങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സമാധാനത്തെ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. രാവിലെ വാതിൽ തുറക്കുമ്പോൾ പോലും ധൈര്യത്തെ തുറക്കാൻ പറ്റില്ല, കാരണം വാതിലിൻ്റെ പുറത്ത് ചിലപ്പം പാമ്പായിരിക്കും. എനിക്ക് മുമ്പുണ്ടായിരുന്ന അച്ഛനൊരിക്കൽ മുറിയുടെ പുറത്ത് വാതിൽ തുറക്കുമ്പോൾ കൃത്യം വാതിൽക്ക് പാമ്പ് കിടക്കാം. നിലത്തേക്ക് നോക്കിയതുകൊണ്ട് അതിനെ കണ്ടു, അല്ലെ ചവിട്ടിപ്പോയനെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ട പേടിക്കേണ്ട ഒരു കാലമാണത്. വണ്ടുകൾ, ഈച്ചകൾ, പ്രാണികൾ, അതൊരു സെറ്റ്. അങ്ങനെ പല്ലി, പഴുതാര, പാമ്പ്, എലി പോലെ വേറൊന്ന്, ഈ ലഹരി വസ്തുക്കളുടെ അറ്റാക്ക് വേറൊന്ന്, ഫോണിൻ്റെ അഡിക്ഷൻ വേറൊന്ന്, പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ മറ്റൊന്ന്. ഇങ്ങനെ പലതരത്തിലുള്ള ക്ഷുദ്രജീവികളുടെയും കൃമികീടങ്ങളുടെയൊക്കെ ഉപദ്രവങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ ഭവനങ്ങളെയും വസ്തുവകളെയും ഒക്കെ സമർപ്പിച്ച് ഇവ നമ്മുടെ ഭവനങ്ങളെ വിട്ടുപോകാനൊന്ന് പ്രാർത്ഥിച്ചാലോ? വേണോ? വേണോ വേണ്ടയോ? വേണം. അങ്ങനെ ശല്യം ഉണ്ടോ? വീടുകളിലുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റിരിക്കാം. നമുക്ക് എന്നാൽ കണ്ണുകളടയ്ക്കാം. നമ്മുടെ ഭവനങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. ആ വീടിനെ, വീട്ടിലുള്ളവരെ, അതിൻ്റെ പരിസരങ്ങളെ, കിണറിനെ, ഇങ്ങനെയുള്ള എല്ലാത്തിനെയും നമുക്ക് സമർപ്പിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഈ വണ്ടിൻ്റെ ശല്യം കാണും, പലതരം ഈച്ചകളുടെ, പ്രാണികളുടെ ശല്യം കാണും. ചില പ്രാണികൾ വന്ന് ശരീരത്തെ കടിച്ചാൽ ശരീരം മുഴുവൻ ചൊറിച്ചിലാണ്. ചിലത് മൂക്കിലും ചെവിയിലും കണ്ണിലുമൊക്കെ വന്ന് വീഴുക, ഉറങ്ങാൻ പറ്റുന്നില്ല. ചിലയിടത്ത് പാമ്പിൻ്റെ ശല്യമാണ്, വീട്ടിലല്ല പരിസരത്ത്. മറ്റു ക്ഷുദ്രജീവികളുടെ ശല്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ ലഹരിയുടെ ആധിപത്യം അനുഭവിക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ കുടുംബത്തിൽ കാണും. അവ ആ ആസക്തി ഒന്ന് വിട്ടുപോകണം. നമ്മൾ കണ്ടിട്ടുണ്ട്, പലരും ഇതെല്ലാം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ലഹരി ഉപയോഗം വേണ്ടെന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പറ്റുന്നില്ല. ഫോണ് ആവശ്യമില്ലാത്തതിന് ഉപയോഗിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരെ പറ്റുന്നില്ല. അതാണ് അഡിക്ഷൻ, അഥവാ അതിൻ്റെ അടിമത്തം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ലഹരിയുടെ, ഫോണിൻ്റെ, മറ്റു പലതിൻ്റെയും അടിമത്തത്തിൽ കഴിയുന്നവരുണ്ട്. അപ്പം ആ അടിമത്തമാണ് അവരെ വിട്ടുപോകേണ്ടത്. മറ്റു ചിലർക്കത് ദുഷ്ടാരൂപികളുടെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളാണ്. ക്ഷമിക്കാൻ നമ്മളെ സമ്മതിക്കില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മതിക്കില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല, നമ്മളെ മടി പിടിപ്പിക്കും, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. അങ്ങനെയൊക്കെ പല വിധത്തിൽ പിശാച് നമ്മളെ കളിപ്പിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാത്തരം ക്ഷുദ്രജീവികളും പൈശാചിക ശക്തികളും പ്രവർത്തനങ്ങളെല്ലാം നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഭവനത്തെയും വസ്തുവകളെയും വിട്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇത് ഒരുപാട് അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ഇടിയും മിന്നലൊക്കെ കൂടുതലാണ്. ഒത്തിരി പേര് അപകടത്തെ പറ്റി മരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടു, വീടിൻ്റെ അകത്ത് കട്ടിലയിലിരുന്നയാൾ ഇടി വെട്ടിയിട്ട് മരിച്ചെന്ന്, മിന്നലേറ്റിട്ട്. വീടിൻ്റെ അകത്ത് കട്ടിലയിരിക്കായിരുന്നു, കാല് നിലത്ത് കുത്തിയിരുന്നു, അതുകൊണ്ട് ഷോക്കടിച്ച് ഇരുന്നിരിപ്പി മരിച്ചെന്ന്. അപ്പോൾ അതുപോലെ ഇടിയും മിന്നലും ഒക്കെ ഭയങ്കര ശക്തമാണ്. അതുപോലെ വണ്ടി അപകടങ്ങൾ, മറ്റ് പലതരം അപകടങ്ങൾ, ഇടി, മിന്നൽ, ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ കൂടുതലാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഭവനത്തെ, വസ്തുവകളെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ പറമ്പിനെ, വളർത്തുമൃഗങ്ങളെ, കൃഷിയിടങ്ങളെല്ലാം കർത്താവിൻ്റെ സംരക്ഷണത്തിനൊന്ന് ബോധപൂർവ്വം സമർപ്പിക്കാം. മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊന്ന് സമർപ്പിക്കാം. കർത്താവെ, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ഭവനത്തെയും വസ്തുവകളെല്ലാം അവിടുത്തെ സംരക്ഷണത്തിന്, ആശീർവാദത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഈശോയോടൊന്ന് ഏറ്റു പറയാം. കർത്താവെ, നീ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി സകലത്തിൻ്റെ മേൽ അധികാരം നേടിയ കർത്താവാണ്. കർത്താവ് എല്ലാ ക്ഷുദ്രജീവികളുടെ മേൽ, എല്ലാ കൃമികീടങ്ങളുടെ മേൽ, എല്ലാ ലഹരി അടിമത്തത്തിൻ്റെ മേൽ, എല്ലാ പൈശാചിക ശക്തികളുടെ മേൽ, പ്രകൃതി ദുരന്തങ്ങളുടെ മേൽ കർത്താവെ
നിനക്ക് അധികാരമുണ്ടെന്ന് ഏറ്റുപറയുന്നു. നീ കൽപ്പിച്ചാൽ ഒന്നും സംഭവിക്കില്ല. നീ കൽപ്പിച്ചാൽ കൃപകീടങ്ങൾ വിട്ടുപോകും, ശുദ്ധജീവികൾ വിട്ടുപോകും, ആസക്തികൾ വിട്ടുപോകും, ലഹരിയുടെ അടിമത്തം വിട്ടുപോകും, പൈശാചിക ശക്തികൾ വിട്ടുപോകും. ദുഷ്ടാരൂപികൾക്ക് പിന്നെ ഞങ്ങളെ ഉപദ്രവിക്കാൻ കഴിയത്തില്ല. കർത്താവേ, പിടാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി സകലത്തിന്മേൽ അധികാരമുള്ള നസറായനായ ഈശോയെ, നസറായനായ ഈശോയെ, അവിടുത്തെ നാമത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും വസ്തുക്കളെയും ഉപദ്രവിക്കുന്ന എല്ലാ ക്ഷുദ്രജീവികളെയും എല്ലാ കൃമികീടങ്ങളെയും എല്ലാം ഞാനിപ്പോൾ ബന്ധിച്ച് പുറത്താക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ എല്ലാ കൃമികീടങ്ങളും ക്ഷുദ്രജീവികളും ഞങ്ങളുടെ ഭവനങ്ങളെ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരിക്കലും അവ ഞങ്ങളുടെ ഭവനത്തെ കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കാൻ മടങ്ങി വരാതിരിക്കട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ക്ഷുദ്രജീവികളെല്ലാം ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പരിസരത്ത് നിന്നും എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉപദ്രവിക്കുന്ന, ഞങ്ങളുടെ കൃഷിയിടങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ വന്യജീവികളും ക്ഷുദ്രജീവികളും എല്ലാം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവ ഞങ്ങൾക്കോ ഞങ്ങളുടെ കൃഷിയിടങ്ങൾക്കോ ഉപദ്രവം വരുത്താൻ പാടില്ല എന്ന് യേശുനാമത്തിൽ അവയോട് കൽപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ പലതരം അടിമത്തത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലഹരിയുടെ അടിമത്തങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോണിന്റെ അടിമത്തം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ അടിമത്തം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പല വിധത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്ന ദുഷ്ടാരൂപികളുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും ഞങ്ങളെ വഴിതെറ്റിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, തെറ്റായ കൂട്ടുകെട്ടിലേക്ക് നയിക്കുന്ന ദുഷ്ടാരൂപികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ദുഷ്ടാരൂപികളെ തന്നെയും കർത്താവായ ഈശോയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടെ ഞാനിപ്പോൾ ബന്ധിച്ച് ഈശോയുടെ കുരിശുചുവട്ടിലേക്ക് അയക്കുന്നു. തിന്മയുടെ സകല സ്വാധീനങ്ങളും ഭയങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഭവനങ്ങളും വസ്തുവകളും വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരത്വത്തിന്റെ സംരക്ഷണം അവിടെ ഉണ്ടാകട്ടെ. തിരുരത്വ സംരക്ഷണം നിങ്ങളുടെ ഭവനങ്ങൾക്കൂടാകട്ടെ, വ്യക്തികൾക്കൂടാകട്ടെ. വിശുദ്ധ കുരിശുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും വസ്തുവകളെയും മുദ്രവയ്ക്കുന്നു. കർത്താവേ, ദുഷിച്ച പ്രവൃത്തികൾ, കൂട്ടുകെട്ടുകൾ, ഫോണിൻ്റെ അഡിക്ഷൻ, ലഹരിയുടെ അഡിക്ഷനൊക്കെ ഉള്ളവരെല്ലാം ഈശോയുടെ നാമത്തിൽ അവയിൽ നിന്ന് ഞാനിപ്പോൾ വിടുവിക്കുന്നു. ലഹരിയുടെ ആസക്തി വിട്ടുപോകട്ടെ, ഫോണിന്റെ അഡിക്ഷൻ വിട്ടുപോകട്ടെ, പൈശാചിക ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. ഇപ്പോൾ മുതൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ ഇനി മുതൽ നിങ്ങൾ പിശാചിന്റെ നിയന്ത്രണത്തിലല്ല. പിശാചിന് നിങ്ങളുടെ മേല് അധികാരമില്ലെന്ന് കൽപ്പിക്കുന്നു. നിങ്ങളുടെ മേല് കർത്താവായ യേശുവിനും പരിശുദ്ധാത്മാവിനുമാണ് അധികാരം. നിങ്ങളിപ്പോൾ മുതൽ മാതാവിൻ്റെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിലാണ്. ഇപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളും മാലാഖമാരുടെ കാവലിലാണ്. അതുകൊണ്ട് ഒരു ദുഷ്ടജീവികൾക്കും ഒരു കൃമികീടങ്ങൾക്കും ഒരു ദുഷ്ടാരൂപികൾക്കും നിങ്ങളുടെ മേലോ നിങ്ങളുടെ ഭവനങ്ങളുടെ മേലോ വസ്തുക്കളുടെ മേലോ അധികാരമില്ല എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, കർത്താവേ നന്ദി, ദൈവമേ സ്തോത്രം. നസ്രായനായ യേശുവേ, നിന്റെ ശക്തി പ്രകടിപ്പിക്കണമേ, നിന്റെ ശക്തി പ്രകടിപ്പിക്കണമേ. നിന്റെ നാമത്തിന്റെ ശക്തി പ്രകടമാകട്ടെ, നിന്റെ തിരുരത്വത്തിന്റെ ശക്തി പ്രകടമാകട്ടെ. ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടട്ടെ, കൃമികീടങ്ങൾ ബഹിഷ്കരിക്കപ്പെടട്ടെ, ലഹരിയുടെ ആസക്തികൾ വിട്ടുപോകട്ടെ, ഫോണിന്റെ ആസക്തി വിട്ടുപോകട്ടെ, വെറുപ്പിന്റെ ആസക്തി വിട്ടുപോകട്ടെ, വെറുപ്പിന്റെ ബന്ധനം വിട്ടുപോകട്ടെ. കർത്താവേ, തിരുരത്വത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളുടെ ഭവനങ്ങളെ കഴുകണമേ, വസ്തുവകളെ കഴുകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ വ്യക്തിഗതത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ. യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, വിടുതൽ സ്വീകരിക്കുക. വചനമിതാ, സർവശക്തന്റെ വചനമിതാ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ,
കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് യേശുവിൻ വിടുതൽ സ്വർഗ്ഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗ്ഗം തുറന്നിടട്ടെ. എഫാത്ത 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 സ്വർഗ്ഗം തുറന്നിടട്ടെ. എഫാത്ത 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 സ്വർഗ്ഗം തുറന്നിടട്ടെ. കരങ്ങൾ ഉയർത്തി യേശുവേ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള മുട്ടുകൾ മടങ്ങുന്ന യേശുനാമം സംഭവിക്കട്ടെ. കരങ്ങളടിച്ച് അഭിഷേകത്തോടെ എല്ലാം മറന്ന് വിടുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. പാപബന്ധനം തകരട്ടെ. തഴക്ക ദോഷങ്ങൾ മാറിടട്ടെ. പാപബോധം നിറയട്ടെ. അനുതാപമെന്നിൽ നിറയട്ടെ. പാപബന്ധനം തകരട്ടെ. തഴക്ക ദോഷങ്ങൾ മാറിടട്ടെ. പാപബോധം നിറയട്ടെ. അനുതാപമെന്നിൽ നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. എഫാത്ത 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 സ്വർഗ്ഗം തുറന്നിടട്ടെ. എഫാത്ത 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 സ്വർഗ്ഗം തുറന്നിടട്ടെ. സ്വർഗ്ഗം തുറക്കപ്പെടട്ടെ. അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ. നൊമ്പരങ്ങൾ മാറിടട്ടെ. ശാപശക്തികൾ നീങ്ങിടട്ടെ. ഭയം നിരാശകൾ തകരട്ടെ. ആകുല വ്യാധികൾ മാറിടട്ടെ. നൊമ്പരങ്ങൾ മാറിടട്ടെ. ശാപശക്തികൾ നീങ്ങിടട്ടെ. ഭയം നിരാശകൾ തകരട്ടെ. ആകുല വ്യാധികൾ മാറിടട്ടെ. ബന്ധനം തകരട്ടെ. ഒരിക്കൽ കൂടി കരം ഉയർത്തിയടിച്ച് അഭിഷേകം നിറയട്ടെ. വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ബന്ധനം തകരട്ടെ. ഓ അഭിഷേകം നിറയട്ടെ. ഗ്ലോറി. എഫാത്ത 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 സ്വർഗ്ഗം തുറന്നിടട്ടെ. യേശുവേ എഫാത്ത 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 സ്വർഗ്ഗം തുറന്നിടട്ടെ. എഫാത്ത 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 സ്വർഗ്ഗം തുറന്നിടട്ടെ. ഒരിക്കൽ കൂടി രണ്ട് കരം ഉയർത്തി വിളിക്കുന്നു. ഈശോയേ നിറയട്ടെ കർത്താവേ. കുടുംബങ്ങൾ, വ്യക്തികൾ, ഹൃദയങ്ങൾ, മനസ്സുകൾ ദൈവശക്തിയാൽ നിറയട്ടെ. ഓ സ്തോത്രം. സഭയുടെ അത്ഭുതകരമായ വിടുതൽ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. സ്തോത്ര ദൈവമേ. ആരാധന ആരാധന ആരാധന. കർത്താവ് നൽകുന്ന അത്ഭുതകരമായ വിടുതൽ ജീവിതത്തിൽ ഏറ്റെടുത്ത് ആ വിശ്വാസത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വസ്ഥമായ ഒരു മിനിറ്റ് നമ്മൾ ഇരിക്കുകയാണ്. അത്ഭുതകരമായ ദൈവശക്തി നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലതുകര ഉയർത്തി എന്ന് പറയാം ഹല്ലേലൂയാ. കരങ്ങളൊന്ന് വീശി പറയാമോ ഹല്ലേലൂയാ. എൻ്റെ പ്രിയരെ, അല്പസമയം ഹൃദയം തുറന്ന് കർത്താവിനെ വിളിക്കാൻ, അധരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ചുരുങ്ങിയ സമയം കർത്താവ് ഈ രാത്രിയിൽ എനിക്കും നിങ്ങൾക്കുമായി
ഒരുക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. പ്രിയരെ, നമ്മുടെ ആത്മരക്ഷയും ശരീരത്തിൻ്റെ രക്ഷയാകട്ടെ മനസ്സിൻ്റെ രക്ഷയാകട്ടെ യേശുവിലൂടെയുള്ള സമഗ്ര രക്ഷയ്ക്ക് വിളിച്ചപേക്ഷിക്കുക, നിലവിളിക്കുക ഒരു പരമമായ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ബൈബിൾ പഠിക്കുന്ന ആർക്കും മനസ്സിലാകും. വലതുകൈ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമുക്ക് സുപരിചിതമായ വചനം ദൈവാത്മാവ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ. അവിടെ കർത്താവിൻ്റെ നാമം മനസ്സുകൊണ്ട് ധ്യാനിക്കുന്ന, ഹൃദയത്തിൽ ശാന്തമായി ഉരുവിടുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന, അത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലായിടത്തും നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും അത് തന്നെയാണ്. നിലവിളിയുടെ മനുഷ്യർ ഈ സമയത്ത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുകയാണ്. സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കണ്ടോ, അവിടെ ഒരു വചനം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹൃദയ പരമാർത്ഥത എന്ന് പറഞ്ഞാൽ ചങ്ക് തുറന്നുള്ള പ്രാർത്ഥന. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാകുകയാണ്. ഈ രാത്രിയിൽ പല കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ, കണ്ണുനീരിൻ്റെ ഉറവിടങ്ങളിൽ നമ്മുടെ കർത്താവ് ആഗതനാകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് പറയാം ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യത്തിൽ സങ്കീർത്തകൻ വലിയ കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള സാക്ഷ്യം സങ്കീർത്തകൻ എഴുതി വച്ചിരിക്കുകയാണ്. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതയിൽ നിന്നും അവിടുന്ന് തന്നെ വിമോചിപ്പിച്ചു. വലതുകൈ ഒരിക്കൽ കൂടി ഉയർത്തി പറയാം ഹല്ലേലൂയ. നമ്മൾ എളിയ മനസ്സോടെ നിലവിളിക്കുകയാണ്. അടുത്ത വചനം പറഞ്ഞു, കർത്താവ് കേട്ടു, വൈകിയില്ല. എല്ലാ കഷ്ടതകളിൽ നിന്നും, ഏതോ ഒരു കഷ്ടതയുടെ അനുഭവത്തിൽ നിന്നാണ് സങ്കീർത്തകൻ നിലവിളിക്കുന്നത്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ബൈബിൾ പഠിപ്പിക്കുകയാണ്, അപ്പോൾ അവനെ മതിച്ചിരുന്ന, ഗ്രസിച്ചിരുന്ന എല്ലാ കഷ്ടതകളിൽ നിന്നും ആ നിലവിളിയിലൂടെ കർത്താവ് അവനെ വിടുവിച്ചു. 2 കരം ഉയർത്തി പറയാം ഹല്ലേലൂയ. ദയവായി ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നന്നായി നിലവിളിക്കാൻ, യേശുവേ എന്ന് വിളിക്കാൻ, കരങ്ങൾ നന്നായി കൊട്ടാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളൊന്ന് അടച്ച് സങ്കീർത്തനം 51:15 സങ്കീർത്തകൻ ഈ രഹസ്യം മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ അധരം തുറക്കണമേ, എൻ്റെ നാവ് നിന്റെ സ്തുതികൾ ആലപിക്കട്ടെ. ദയവായി ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ആഗോള സഭയോട് ചേർന്ന് കരങ്ങളൊക്കെ തുറന്നു പിടിച്ച് സങ്കീർത്തനോട് ചേർന്ന് ഈ പുണ്യപ്പെട്ട സമയം, ദൈവം കടന്നു വരുന്ന സമയം, അധരം തുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവാണല്ലോ അതിന് നമ്മളെ സഹായിക്കുന്നത്. വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ മധ്യസ്ഥം തേടി 2 കരങ്ങളും കർത്താവിലേക്ക് ബോധപൂർവ്വം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇപ്രകാരം നമ്മളൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു: കർത്താവായ യേശുവേ, എൻ്റെ അധരം തുറക്കണമേ, എൻ്റെ അധരം തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയെ സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, എൻ്റെ ഹൃദയം തുറക്കണമേ, എൻ്റെ ഹൃദയം തുറക്കണമേ, എൻ്റെ ഹൃദയം അങ്ങയെ ആരാധിക്കട്ടെ, അങ്ങേക്കായി ദാഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി വിളിച്ചോ. എളിയവൻ നിലവിളിച്ചു. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് ബോധപൂർവം ശക്തി ഇറങ്ങട്ടെ കർത്താവേ. ലോകസുഖം ആയിരങ്ങൾ, 10,000-ങ്ങൾ, ജനലക്ഷങ്ങൾ ഈ സമയം ദൈവമേ നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചെറിയ സമൂഹത്തോട് ചേർന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. തിരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ആമേൻ. ഇരച്ചിൽ പോലെ അവന്റെ നാമം. ഹല്ലേലൂയ, കരങ്ങളൊന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ രക്ഷിച്ച ദൈവത്തെ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും
കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ദയവായി ഒന്ന് കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാമോ? സ്തോത്രം. കർത്താവോടെ ഉണ്ട് വിശ്വാസത്തോടെ. അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. എല്ലാവരും ചേർന്ന് പാടി. അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു വല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇറച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ചേർന്ന് പാടാമോ? തിരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. എല്ലാവരും ചേർന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിൻ. മഹത്വവും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിൻ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിൻ. രണ്ട് കരങ്ങളും എല്ലാവരും ഉയർത്തി. യേശുവേ. ശക്തിയും ബലവും യേശുവിനെ. ഏതാനും മിനിറ്റുകൾ സ്വതന്ത്രമായി ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധന ദൈവമേ. അവിടുന്ന് വലിയവനാകുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. കുടുംബങ്ങളോട് ചേർന്ന്, കൂട്ടായ്മകളോട് ചേർന്ന്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവേ, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. യേശുവേ. ഓ സ്തോത്ര ദൈവമേ. ആരാധന. ശക്തിയുടെ ആരാധന, ആരാധന. വീണ്ടും കരങ്ങളടിച്ചു, കരങ്ങളടിച്ചു. യായി കാത്തുകാത്തല്ലോ അവനെങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, Glory. അവനെങ്കലേക്ക് ചാഞ്ഞുകിട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. നാശകരമായ നാശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. രണ്ട് വശങ്ങളിലേക്കും കരങ്ങളടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി ആത്മാവിൽ ആനന്ദിച്ച് പരിശുദ്ധാത്മാവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനായ യേശുവെ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുന്നാണ് ഏക സത്യ ദൈവം. അവിടുന്ന് മാത്രമാണ് നല്ലവൻ. ഞങ്ങളെ വിടുവിക്കുന്ന ദൈവം അവിടുന്ന് തന്നെ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി വിളിക്കാമോ? ഈശോയേ. ഓ സ്തോത്രം. ഏതാനും മിനിറ്റുകൾ സ്വതന്ത്രമായി സ്തുതിക്കുകയാണ്. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ അവിടുത്തെ ആരാധിക്കട്ടെ. ഭാബ, 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 ഭാബ. ഓരിയ ഭാബ, ഭാബ. മാർക്കോസ് 9:29. റിയ ഭാബ, 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 ഭാബ. കെട്ടുകളടിയുന്നു. ഷ്യ ഭാബ, ഭാബ, ഭാബ. പാറമേൽ നിർത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. കാലുകളെ കാലുകളെ പാറമേൽ നിർത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും കണ്ണുകളൊന്നും അടച്ച് ആമേൻ മഹത്വവും ജ്ഞാനവും രാജാതിരാജനായ യേശുവിനെ കാണുക. ശക്തിയും ബലവും യേശുവിനെ ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ ആമേൻ മഹത്വവും ജ്ഞാനവും നാവുകളെ വിട്ടുകൊടുത്ത് ശക്തിയും ഓടി അബാബാ ബാബാ ബാബാ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ആരാധന ആരാധന കർത്താവേ. ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. കരങ്ങൾ രണ്ടും നെഞ്ചോട് അടുപ്പിച്ച് സർവാധിപനായ ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ ഇടയിൽ, നമ്മുടെ കൂടെ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് അവനെ വിമോചിപ്പിച്ചു. കർത്താവെ, അടിയങ്ങൾ ഈ രാത്രിയിൽ ഏകമനസ്സോടെ അങ്ങയെ വിളിക്കുന്നു, അങ്ങയിൽ ആശ്രയിക്കുന്നു. അവിടുത്തെ അനന്തമായ ശക്തി ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കും കണ്ണുനീരുകൾക്കുമെല്ലാം ഉപരിയാണ് അവിടുന്ന്. അവിടുത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. അങ്ങയുടെ പരിശുദ്ധിയിൽ ഞങ്ങൾ എല്ലാവരെയും ഈ രാത്രിയിൽ പങ്കുചേർക്കണമേ. ദൈവമേ, അങ്ങേക്കായി ഞങ്ങളുടെ ഹൃദയ നിലങ്ങൾ ദാഹിക്കട്ടെ. അങ്ങേക്കായി അങ്ങയെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ ഹൃദയങ്ങൾ, മനസ്സ് ദൈവമേ ദാഹിക്കട്ടെ. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. എന്നാൽ അവിടുന്ന് അവരെ സൗഖ്യത്തോടെ വിലാപത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് നയിച്ച് അവരെ മടക്കും. കണ്ണുനീരുകൾ കർത്താവിന് കൊടുത്ത് ജീവിതഭാരങ്ങളെല്ലാം ആ നല്ല നാഥൻ്റെ മാറോട് ചേർത്ത് വെച്ച് ഈ രാത്രിയിൽ നമ്മുടെ കണ്ണുനീരൊപ്പുന്ന, നമ്മുടെ ജീവിത വിഷയങ്ങളിലേക്ക്, കണ്ണുനീരിൻ്റെ ഉറവിടങ്ങളിലേക്ക് കടന്നു വരുന്ന നല്ല നാഥനെ മനസ്സുകൊണ്ട് അല്പസമയം കൂടി ആരാധിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിലയം പ്രാപിക്കുന്നു. സ്തോത്രം ദൈവമേ, ആരാധന, ആരാധന കർത്താവേ, സ്തുതിക്കുന്നു. അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാണ്. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. കർത്താവിനെ കണ്ട് ബോധപൂർവം ഏറ്റുപാടുന്നു. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. ഉന്നതൻ നീ, ചേർന്ന് അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാണ്. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. ഹൃദയം ചേർത്ത് വെച്ച് അത്ഭുതവാൻ, ശോ, അതിശയവാൻ, നീ നീ മാത്രമേ ദൈവമെന്നും. അവൻ നടത്തിയ വഴികൾ, വിധങ്ങളെല്ലാം ഈ രാത്രിയിലൊന്ന് ഓർത്തെടുത്തേ. നല്ല ദൈവമേ, പിന്നിട്ട നാൾ വഴികളിൽ, കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും കാലഘട്ടങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും നടത്തിയ
വഴികൾ, വിധങ്ങൾ ഈ രാത്രിയിൽ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, എത്രയോ വിസ്മയകരമായിട്ടാണ് അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചത്. അത്ഭുതപരമായിട്ടാണ് ഞങ്ങളെ അങ്ങ് കരങ്ങളിൽ വഹിച്ചത്. കർത്താവേ, ജീവിതയാത്രയിൽ തളർന്നു പോകാമായിരുന്ന, വഴിതെറ്റി പോകാമായിരുന്ന, എല്ലാം തീർന്നു പോകുമായിരുന്ന എത്രയോ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. എന്നാൽ അവിടെയെല്ലാം ദൈവമേ നീ ഞങ്ങളെ ഉയർത്തി, അവിടെയെല്ലാം നീ ഞങ്ങളെ മാനിച്ചു, അവിടെയെല്ലാം നീ ഞങ്ങളെ പരിപാലിച്ചു. നന്ദിയോടെ നടത്തിയ വഴികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നിനച്ചിടുമ്പോ സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ആ കർത്താവിന്റെ മുമ്പിലേക്ക് കരങ്ങളൊന്ന് ഉയർത്തി. ആമേൻ. എല്ലാ മഹത്വവും ഈശോയ്ക്ക്. ഒന്നുമില്ലായ്മയിൽ ഞങ്ങളെ വളർത്തിയ ദൈവം, ഒരിക്കൽ കൂടി അത്ഭുതവാൻ, കണ്ണുകളടച്ച് ആ നല്ല നാഥനെ ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന ദൈവമേ. പൈതൃപ്രായം തൊട്ടിന്നോളം എന്നെ നടത്തിയ ദൈവമേ ആരാധന, ആരാധന ദൈവമേ. തിന്മയിൽ നിന്ന് മറച്ച് ദൈവമേ ലോകത്തിന്റെ ജലത്തിന്റെ കെട്ടുകളിൽ പെട്ടുപോകാതെ ഇന്നും അങ്ങയോട് കൂടെ നടക്കാൻ, അവിടുത്തെ വഴികളിലൂടെ യാത്ര ചെയ്യാൻ എന്നെ താങ്ങിയ ദൈവമേ ആരാധന. ഓ സ്തോത്രം, ഓ സ്തോത്രം ദൈവമേ. മരണഭക്തത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവമേ ആരാധന. കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ നിന്ന് പുതുജീവൻ നൽകിയ ദൈവമേ ആരാധന. അടിമത്ത ചങ്ങലകളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കിയ യേശുവിന് ആരാധന. ഹല്ലേലൂയ ദൈവമേ. വാഴ്ത്തുന്നു ദൈവമേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്ന ദൈവമേ, വാഴ്ത്തുന്ന ദൈവമേ, നന്ദി പറയുന്നു. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന ശോ ആരാധന ആരാധന യേശുവേ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ അനുഗ്രഹിച്ചും അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കർത്താവിനെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ശാന്തമായിട്ട് ഇരിക്കുക.